സിപിഐഎമ്മിന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് സമാപനമായിരിക്കുകയാണ്. ആർ നാസറിനെ ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. മൂന്നാമത്തെ തവണയാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി എത്തുന്നത്. ഒപ്പം തന്നെ 46 അംഗ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. അതിൽ 4 പുതുമുഖങ്ങളും ഉണ്ട്. ജനാധിപത്യപരമായി സമ്മേളനങ്ങൾ നടത്തുന്ന പാർട്ടിയാണെന്ന് സിപിഐഎം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ ജനാധിപത്യപരമായ സംഘടനാ പ്രവർത്തനം എത്ര പാർട്ടികൾ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 3 ദിവസമായി ഹരിപ്പാട് നടന്നു വന്ന സിപിഐഎം ജില്ലാ സമ്മേളനത്തിന് സമാപനമായിരിക്കുകയാണ്. സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ജനാധിപത്യപരമായി സമ്മേളനങ്ങൾ നടത്തുന്ന പാർട്ടിയാണ് സിപിഎം. ഇതുപോലെ എത്ര പാർട്ടികളാണ് കേരളത്തിലുള്ളത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇവരെയും വിശേഷിപ്പിക്കുന്നത് ജനാധിപത്യ പാർട്ടികൾ എന്ന് തന്നെയാണ്. എന്നാൽ ഇതുപോലെ ജനാധിപത്യപരമായ സംഘടനാ പ്രവർത്തനം അവർ നടത്തുന്നില്ല എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ജനാധിപത്യ പാർട്ടി എന്ന് നമ്മുടെ രാജ്യത്ത് പലരും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികളിലുണ്ട്. സമ്മേളനമെന്നത് ഏതോ കാലത്ത് നടന്ന ഒരു കാര്യമായി മാറിപ്പോയ പാർട്ടികളുണ്ട്. പക്ഷേ അവയെയാണ് ജനാധിപത്യ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവനാഡിയായ ജില്ലയാണ് ആലപ്പുഴ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. രക്തസാക്ഷികളുടെ മണ്ണാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെയും രാജ്യത്തിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അഭിമാനത്തോടെ നോക്കുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴയെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സമാപന സമ്മേളനത്തിൽ സിപിഎമ്മിൻ്റെ പുതിയ സെക്രട്ടറി ആയി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ആർ നാസറാണ് അധ്യക്ഷത വഹിച്ചത്. അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, അതോടൊപ്പം തന്നെ സിപിഎം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷ് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഹരിപ്പാട് നടന്നു വന്ന സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ആദ്യ ദിവസം ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച 2 ദിവസം നടന്നു. ഈ 2ാം ദിവസം ചർച്ചയ്ക്കുള്ള മറുപടി ജില്ലാ സെക്രട്ടറിയും അതിനുശേഷം പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി മറുപടി നൽകുകയുണ്ടായി. വളരെ ഫലപ്രദമായ ചർച്ചകളാണ് നടന്നതെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നേരിയ തോതിലാണെങ്കിൽ പോലും ജില്ലയിൽ ചില ഭാഗങ്ങളിൽ പാർട്ടിക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത്തരം വീഴ്ചകൾ പരിഹരിച്ച് മുൻപോട്ട് പോകുന്നതിന് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ 2-3 ദിവസങ്ങളിലായി ആലപ്പുഴയിൽ നടന്ന ജില്ലാ സമ്മേളനവും വളരെ ഫലപ്രദമായ രീതിയിൽ വിവാദങ്ങൾക്കിട നൽകാതെ, മാധ്യമങ്ങളുടെ വിവാദ വാർത്തകൾക്ക് വഴിവയ്ക്കാതെ ഫലപ്രദമായ രീതിയിൽ സമാപന സമ്മേളനം അടക്കം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വിജയകരമായി തന്നെ നമുക്ക് കാണണം. കാര്യം സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്നും വളരെ ഫലപ്രദമായ രീതിയിലുള്ള സംഘാടന മികവാണ് നമുക്ക് ഈ സമ്മേളനത്തിലും കാണാൻ സാധിച്ചത്. സിപിഐഎം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ സമഗ്ര വാർത്തകളാണ് നമ്മൾ കേട്ടത്.